ഗ്രാമത്തിലൊരു കച്ചവടക്കാരനുണ്ടായിരുന്നു. ചന്തയിൽ പോയി അയാൾ 147 രൂപയ്ക്ക് കോഴിയെ വാങ്ങും. മുട്ടയൊന്നിന് 51 രൂപ വീതം അയാൾ ഈടാക്കിയപ്പോൾ ആ നാട്ടിൽ തന്നെയുള്ള മറ്റൊരു പൌരപ്രമുഖൻ ജനങ്ങളെ സംഘടിപ്പിച്ചു. കച്ചവടക്കാരന്റെ ബൂർഷ്വ നിലപാടുകളിൽ പ്രതിഷേധമുണ്ടായിരുന്ന ജനങ്ങൾ ഒറ്റക്കെട്ടായപ്പോൾ കച്ചവടം പൂട്ടി അയാൾക്ക് വീട്ടിലിരിക്കേണ്ടി വന്നു. ഗ്രാമത്തിലെ കച്ചവട ചുമതല ഏറ്റെടുത്ത പുതിയ പൌരപ്രമുഖന്റെ നല്ല കാലം എന്നല്ലേ പറയേണ്ടു. ചന്തയിൽ കോഴിയുടെ വില പണ്ടുണ്ടായിരുന്ന 147 രൂപയിൽ നിന്ന് 37 രൂപയായി കുത്തനെ താഴ്ന്നു. കട പിടിച്ചെടുക്കാനും പഴയ കച്ചവടക്കാരനെ തുരത്താനുമായി കുറെ മുതലാളിമാരിൽ നിന്ന് കടം പറ്റിയിരുന്നതുകൊണ്ട് അയാൾ ആരോടും പറയാതെ മുട്ടവില പതിയെ ഉയർത്താൻ തുടങ്ങി. ഇന്നിപ്പോൾ പണ്ടത്തെ 51 രൂപയിൽ നിന്ന് മുട്ടയുടെ വില 61 രൂപയായി ഉയരുമ്പോൾ ഗ്രാമീണർ അനുഭവിക്കുന്ന യാതന കണ്ട് പഴയ കച്ചവടക്കാരൻ വീട്ടിലിരുന്ന് പൊട്ടിപ്പൊട്ടി ചിരിക്കുകയാണ്. നാട്ടുകാരുടെ എതിർപ്പും ദുർമുഖവും കാണുന്നത് ചതുർത്ഥി ആയതിനാൽ പുതിയ കച്ചവടക്കാരൻ പതിവായി പുറം നാടുകളിൽ കറങ്ങിയടിച്ചു നടക്കുന്നു. ഏറ്റവും ഒടുവിൽ അറിഞ്ഞത് അദ്ദേഹം മോസ്കോയിൽ കൂടി കട തുറക്കുന്നതിന്റെ സാധ്യത പരിശോധിക്കാൻ പോയിരിക്കുകയാണത്രേ. ഈ കഥയിലെ കഥാപാത്രങ്ങൾക്ക് ശ്രീമാൻ മൻമോഹൻ സിംഗിന്റെയും ബഹുമാന്യ പൂജ്യശ്രീ മോദിജിയുടെയും ഛായ തോന്നുന്നത് തികച്ചും സ്വാഭാവികം. മൻമോഹന്റെ കാലത്ത് പെട്രോൾ വാങ്ങാൻ അദ്ദേഹം സൗദി അറേബ്യയ്ക്ക് കൊടുത്തത് ബാരലൊന്നിന് $147. അതേ പെട്രോൾ ലിറ്ററിന് 51 രൂപ തോതിൽ അദ്ദേഹം ഇന്ത്യയിൽ വിറ്റതിന്റെ പേരിൽ കേട്ട പഴികൾ ട്വിറ്ററിലും ഫേസ്ബുക്കിലുമെല്ലാം ഇപ്പോഴും മായാതെ കിടക്കുകയാണ്. UPA സർക്കാരിന്റെ പരാജയത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പെട്രോൾ വില വർധനയെന്നും ഗുജറാത്തിന് മേൽ 100 കണക്കിന് കോടി രൂപയുടെ ഭാരം അടിച്ചേൽപ്പിക്കുന്നതിനെതിരെ ജനങ്ങളെ അണിനിരത്തുമെന്നും അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രി ട്വീറ്റ് ചെയ്തതിന്റെ സ്ക്രീൻഷോട്ട് ഇന്നും ഓൺലൈൻ ലോകത്ത് പറന്നു നടക്കുന്നു. ഭൂമി ഉരുണ്ടതാണ് എന്ന് മഗല്ലൻ പറഞ്ഞത് വിശ്വസിക്കാത്തവർക്ക് ഇപ്പോൾ ബോധ്യമായി കാണും. ഇന്ന് ക്രൂഡ് ഓയിൽ വാങ്ങാൻ ഇന്ത്യ സൗദി അറേബ്യയ്ക്ക് കൊടുക്കേണ്ടത് കേവലം $37. പണ്ടത്തേതിനേക്കാൾ $110 കുറവ്. എന്നാൽ മോദി ഭരണകാലത്തെ ഇന്ത്യയിലെ പെട്രോൾ വില നോക്കൂ. ലിറ്ററിന് 61 രൂപ. അഫ്ഗാനിസ്ഥാൻ മുതൽ സാംബിയ വരെയുള്ള സിംബാബ്വേയും വരെയുള്ള 200ഓളം രാജ്യങ്ങളിൽ പെട്രോൾ ഡീസൽ വില കുത്തനെ താഴുമ്പോൾ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ മാത്രം അത് കുതിച്ചുയരുന്നതിന്റെ കാരണം തേടി ഗവേഷണത്തിന് ഒരുങ്ങുകയാണ് ആഗോള സാമ്പത്തിക വിദഗ്ധർ. അന്താരാഷ്ട്ര വിപണിയിൽ വില ഉയരുമ്പോൾ അതിനനുസരിച്ച് ഇന്ത്യയിലെയും പെട്രോൾ ഡീസൽ വില ഉയർത്തുന്നതിന് അന്ന് പറഞ്ഞിരുന്ന ന്യായം ഇന്റർനാഷണൽ മാർക്കറ്റിൽ ക്രൂഡ് ഓയിൽ വില താഴുമ്പോൾ അതിന്റെ ഗുണവും രാജ്യത്തെ സാധാരണക്കാർക്ക് കിട്ടുമല്ലോ എന്നതായിരുന്നു. എന്നാൽ പെട്രോൾ വില താഴ്ത്തിയാൽ ഇന്ത്യൻ ഓയിൽ കമ്പനിയുടെ പെട്രോളിനൊപ്പം റിലയൻസിന്റെ പെട്രോളിന്റെ വിലയും കുറയും. അതോടെ അംബാനി പിണങ്ങും. അധികാരത്തിലേറി വർഷം 2 തികഞ്ഞിട്ടില്ല. 10 ലക്ഷം രൂപയുടെ കോട്ടണിഞ്ഞ് 10-30 രാജ്യങ്ങളിൽ മാത്രമേ ഇതുവരെ പോകാനൊത്തുള്ളൂ. ഇനിയും കിടക്കുന്നു ഗ്ലോബിൽ 170ഓളം രാജ്യങ്ങൾ. അതെല്ലാം ചുറ്റിക്കണ്ടു വരണമെങ്കിൽ കസേര വേണം. അത് നിലനിർത്തണമെങ്കിൽ അംബാനിമാർ കനിയണം. അതിനിടയിൽ പൊതുജനം അവർക്ക് തൽക്കാലം പശുവിനെ മേച്ചു നടക്കുന്നതിന്റെ ഹോൾസെയിൽ കോൺട്രാക്ട് നൽകാം. ഈ വർഷം ഇന്ത്യയിൽ വാർത്തയിൽ നിറഞ്ഞുനിന്ന വ്യക്തിത്വമായി പശു തെരഞ്ഞെടുക്കപ്പെടുകയും ലോക മാർക്കറ്റിലെ ക്രൂഡ് ഓയിൽ വില 11 കൊല്ലത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന നിലയിലെത്തുകയും ലോകത്തിൽ പെട്രോളിന് ഏറ്റവും കൂടുതൽ വില ഈടാക്കുന്ന രാജ്യമായി മോദിത്വ ഭാരതം തുടരുകയും ചെയ്യുന്ന വർഷങ്ങൾ വാർത്തകൾ മുന്നിലിരുന്ന് കൊഞ്ഞനം കുത്തുമ്പോൾ ഒരിക്കൽ കൂടി മൻമോഹൻ സാറിനെ നമിക്കുന്നു. 147 കിട്ടിയ വസ്തു അങ്ങ് ഞങ്ങൾക്ക് 51 രൂപയ്ക്ക് വിറ്റു. മോദി മാഷാകട്ടെ $37 കിട്ടുന്ന വസ്തുവിന് ഞങ്ങളിൽ നിന്ന് 61 രൂപ ഈടാക്കുന്നു. ലോകമറിയുന്ന സാമ്പത്തിക വിദഗ്ധനായ അങ്ങയെക്കുറിച്ച് അന്ന് അറിയാതെ പറഞ്ഞുപോയ അപവാദങ്ങൾക്ക് അടിയങ്ങളുടെ കുടുംബം ഇന്ന് നാട്ടിലിരുന്ന് അനുഭവിക്കുന്നു. സ്വയം കൃതാനർത്ഥം, അല്ലാതെന്ത് പറയാൻ.